എൻ്റെ ലൈഫിൽ ഒരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ആണ് സാന്ദ്രയെ പരിചയപ്പെടുന്നത്. സാന്ദ്രയെ പരിചയപ്പെടുത്തിയാലാണ് വിജയ് ഭായ്. അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത ഹറാമീസ് എന്നുള്ള സിനിമയായിരുന്നു, ഫഹദിനെയും വിനീതിനെയും വെച്ചിട്ട്. അത് നടന്നില്ല അന്ന്. അപ്പം സാന്ദ്ര വഴിയാണ് ഞാൻ ഇൻഡസ്ട്രിയിലെ കുറേ ആളുകളെ വളരെ ഈസിലി പരിചയപ്പെട്ടത്. ഒരിക്കലും തിയേറ്ററുകളിൽ ഒരു സ്റ്റാർ സിനിമ വരുന്ന പോലൊന്നും ഇടിച്ചേറിയ ആളുകൾ വരില്ല. അപ്പം അതിനെ കുറച്ചൊരു ബ്രീത്തിങ് സ്പേസ് വേണം ആ സിനിമ ആളുകൾ കണ്ട്, അതിലൂടെ ആളുകൾ അത് പറഞ്ഞ് പണ്ട് ഗോഡ് ഫാദർ, അനിയത്തിപ്രാവ് പോലത്തെ സിനിമകൾക്ക് ഒരാഴ്ചത്തോളം ആളുകൾ തിയേറ്ററിലായിരുന്നു പറയുന്നത്. ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പണ്ട് ആവറേജ് എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുകിൽ ഹിറ്റ് ഇല്ലെങ്കിൽ ഫ്ലോപ്പ്, അതാണ് സിനിമയുടെ അവസ്ഥ. ഇപ്പൊ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒരാള് അതുകൊണ്ട് ജീവിക്കാൻ നിൽക്കുമ്പം അയാൾ ചെയ്യുന്ന ഈ സംഭവത്തിന് ഇത് ഇവർക്ക് ഇപ്പം വളരെ കുറച്ച് ആൾക്കാർ ഇത് ആരാന്ന് പബ്ലിക്കിന് അറിയത്തുള്ളൂ, ബാക്കി ആരാന്നല്ലോ ആർക്കും അറിയില്ല. ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു ബിരിയാണി കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ആ ഹോട്ടലുടമ രണ്ട് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ കിട്ടുമെങ്കിൽ ഇവിടുത്തെ ഹോട്ടലുകളിലേക്ക് അവസ്ഥ എന്തായിരിക്കും? അതാണ് യൂട്യൂബ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അവർക്ക് ഒരു മഞ്ചേരി വെബ് സീരീസിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു വെബ് സീരീസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ളൊരു സബ്ജക്റ്റാണ്. മഞ്ചേരിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും. എന്നാലേ ഈ കൽബ് പോലത്തെ സിനിമകൾ സംഭവിച്ചാൽ മാത്രമേ ഇവിടെ പുതിയ ആർട്ടിസ്റ്റുകൾ വരത്തുള്ളൂ, പുതിയ അറ്റംപ്റ്റുകൾ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം കൽബിലെ രഞ്ജിത്തിനെയോ നേഹയോ അഭിനയിച്ച ആരെങ്കിലും വെച്ച് ഒരു സിനിമ ആരെങ്കിലും പ്ലാൻ ചെയ്ത് അതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് വിശ്വസിക്കുന്നു. കാര്യം ഇവിടെ ഇനിയുള്ള ഫിലിം മേക്കേഴ്സിന് കഥ പറയാൻ ഒരു ആർട്ടിസ്റ്റിന് ഡേറ്റ് കിട്ടണ്ടേ, ഒരു എന്താ പറയുക, ഒരു സെറ്റപ്പ് ഉണ്ടാകണ്ടേ? അതിനൊക്കെ ഇവിടെ ഭയങ്കര പാടാണ്. നമ്മൾ എത്ര പേരെ വിളിക്കണം, എത്ര പേർക്ക് സംസാരിക്കണം, എത്ര മാനേജേഴ്സിന് സംസാരിക്കണം. ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ടു ഇൻഫൈറ്റ് പ്ലസ്. അപ്പോൾ ഇൻഫൈറ്റ് പ്ലസ്സിൽ ഇന്ന് നമ്മളിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് സാദിദ് സാറാണ്. മോഹൻലാൽ എന്ന ഫിലിമിൻ്റെ ഡയറക്ടർ, ഇടി എന്ന ഫിലിമിൻ്റെ ഡയറക്ടർ കൂടിയാണ്. ഏറ്റവും ഹിറ്റായ നമ്മുടെ കൽബ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് വിശേഷം ചോദിച്ചു പോകാം. നമസ്കാരം. നമസ്കാരം. ഞാൻ തന്നെ നമ്മുടെ സാറാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ പെട്ടെന്ന് വന്ന് ബാംഗ്ലൂർ ഡേയ്സിലൊരു മൊമെൻ്റൊക്കെയാണ്. എങ്ങനെയായിരുന്നു സാർ ഒരു ആ സ്റ്റാർട്ടിങ് ടൈമിൽ ആണല്ലോ ആ ബാംഗ്ലൂർ ഡേയ്സിലാണത്? എന്നാലും അതെ, ഒരു ആസ് ആൻ ആക്ടർ നമ്മൾ സിനിമയിൽ ഏതെങ്കിലും രീതിയിൽ അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം ആ സമയത്ത് ഒരു ഭാഗ്യമാണ് അൻവർ റഷീദിൻ്റെ അല്ലെങ്കിൽ അഞ്ജലി മേനോൻ്റെ ഇത്രയും സ്റ്റാർ കാസ്റ്റുള്ള ബാംഗ്ലൂർ ഡേയ്സ് പോലൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ എന്നെപ്പോലൊരു ഒരു സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടില്ലാത്ത ഒരാൾക്ക് അത് പെട്ടെന്നൊരു ഭയങ്കര ഒരു പുഷ് കിട്ടി. ആ സിനിമ കാണാത്ത ആരുമില്ല. അതിൽ എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയിലൂടെ പെട്ടെന്ന് എൻ്റെ മുഖം ഭയങ്കരമായിട്ട് ഫെമിലിയറായി. അത് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടവും ഉണ്ടാവും കാണുന്ന ആൾ. നമ്മുടെ ക്യാരക്ടർ അത്ര രസമുള്ള ക്യാരക്ടറാണല്ലോ. അപ്പം അങ്ങനെ ഇവർ ഇത്രയും സ്റ്റാറുകൾ, ഫഹദ്, ദുൽഖർ, നിവിൻ, അതില്ലാത്ത ആരുമില്ലല്ലോ, എല്ലാവരും കൂടി ഉള്ള. അപ്പോൾ അത്രയും അതിനകത്ത് നമ്മൾ ഒരു പാട്ടാകാന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്, ബ്ലെസ്സിംഗ് ആണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ കാസ്റ്റിലേക്ക് വന്ന ഒരു മൊമെന്റ്? അത് പ്രോപ്പറായിട്ടുള്ള ഒരു ഞാൻ കാസ്റ്റ്, എനിക്ക് അൻവറിക്കാനൊക്കെ അറിയാം, എൻ്റെ അലക്സാറിനൊക്കെ അറിയാം. പക്ഷേ ഞാൻ എൻ്റെ കാസ്റ്റിംഗ് കോൾ കണ്ടപ്പോൾ ഇത് ഇങ്ങനൊരു എന്തോ ഒരു ബൈക്കർ അല്ലെങ്കിൽ അപ്പം ഞാൻ അത്യാവശ്യം ബൈക്കെല്ലാം ഓടിക്കായിരുന്നു, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ വേണമെന്നൊരു കാസ്റ്റിംഗ് കോൾ വന്നു. ഞാൻ കാസ്റ്റിംഗ് ഫോട്ടോ അയച്ചു. അതിനുശേഷം അവർ വിളിച്ച ശേഷം പിന്നെ എന്നെ വിളിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം ഒരുപാട് നാൾക്ക് ശേഷം അതിൻ്റെ ഷൂട്ട് തുടങ്ങി. അതിനുശേഷമാണ് ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് ബാംഗ്ലൂർ വരാൻ പറയുന്നത്. അങ്ങനെയാണ് ആ സിനിമ സംഭവിച്ചത്. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടൊക്കെ? ഒരു അത്യാവശ്യം കുറേ ദിവസം ഉണ്ടായിരുന്നു. റേസ് ഏരിയയിലൊക്കെ ഞങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ത്രൂ ഔട്ട് ഒരുപാട് ദിവസങ്ങളിൽ 30-35 ദിവസത്തോളം വർക്ക് ഭയങ്കര നൈസായിട്ടുണ്ട് ആ ഒരു വേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ബാംഗ്ലൂർ ഡേയ്സിന് വിശേഷങ്ങൾ നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ കുറേ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതെങ്ങനെയായിരുന്നു ഒരു ചാലഞ്ച്? അത് നമുക്കറിയാത്തൊരു ട്രേഡിൽ നമ്മൾ വരുമ്പോൾ എന്തായാലും നമ്മൾ കുറേ ചലഞ്ചുകൾ ഫേസ് ചെയ്യേണ്ടി വരും. അതൊക്കെ അതിൻ്റെ ഒരു ഭയങ്കര ഒരു അതിനെ നമ്മളിപ്പോൾ നാളെ ഒരു ഭയങ്കര നല്ല പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഓർമ്മകളല്ലേ, അങ്ങനത്തെ ഓർമ്മകളാണല്ലോ നമ്മളെല്ലാവരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആകുന്ന, എല്ലാത്തിനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരാളാണ്. അപ്പം എനിക്കതെല്ലാം ഭയങ്കര ഒരു സന്തോഷമുള്ള മൊമെൻറ്റ്സ് ആണ്. ഓരോ സിനിമകളിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആസ് എ ഡയറക്ടറായിട്ട്, അല്ലെങ്കിൽ ആസ് എ റൈറ്ററായിട്ട്, അല്ലെങ്കിൽ ആസ് എ പ്രൊഡ്യൂസറായിട്ട്, ആസ് എൻ ആക്ടറായിട്ട് എല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. ഒരു പുതിയ ഒരു ക്രൂവിലൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നത്, വേറെ ഡയറക്ടർ, അവരുടെ തോട്ട് പ്രോസസ്സ്. കാരണം ഞാനൊരു ഫിലിം മേക്കർ ഇൻവോൾവ് ആയത് തന്നെ ഈ ഇങ്ങനെയുള്ള സിനിമകളിലെ ചെറിയ ചെറിയ വേഷങ്ങളോടെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്കതെല്ലാം ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ആ മൊമെൻറ്റ്സ് എല്ലാം എൻ്റെ ഭയങ്കര പേഴ്സണൽ ഭയങ്കര ഇഷ്ടമുള്ള മൊമെൻറ്റ്സ് ആണ്. എന്നാൽ നമുക്ക് ഇത്രയും അനുഭവങ്ങളിൽ മനസ്സിൽ കൊണ്ടെന്തെങ്കിലും ഒരു എന്തെങ്കിലുണ്ടോ മനസ്സിൽ ഇപ്പോൾ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഓർക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളോ? അതല്ല, നമ്മളിപ്പോൾ ഫസ്റ്റ് ഇപ്പം നമ്മുടെ ആദ്യ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കളക്ടർ എന്ന സിനിമ, അനിൽ സി മേനോൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ അടിപൊളി ഡയറക്ടറാണ്.
പുള്ളിയുടെ ബെൻ ജോൺസിനൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് പുള്ളിയുടെ കളക്ടർ എന്ന സിനിമയിൽ സുരേഷ് ഗോപി സാറുമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയിൽ ഞാൻ ആ ക്യാരക്ടർ അഭിനയിച്ച എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ആ സിനിമ ആദ്യം ഒരു തിയേറ്ററിൽ കാണുന്നത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിനപ്പുറം നമുക്കൊന്നുമില്ല. എങ്ങനെയായിരുന്നു ആ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ ആദ്യം ഫ്രണ്ട്സോട്ടേക്ക് കണ്ടു, പിന്നെ ഈവനിങ് ഷോ ഫാമിലി ആയിട്ട് പോയി കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷം, ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ സുരേഷ് നമ്മൾ അത്രയും നമ്മൾ കമ്മീഷണറെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക, അല്ലെ ആ സിനിമയിൽ നമ്മൾ ആ ഷോട്ടിൽ പുള്ളി കാണാൻ പറ്റുക. പുള്ളിയുടെ നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് കൊണ്ട് വെടിവെപ്പൊക്കെ ആയിരുന്നു, പക്ഷെ അത് ഭയങ്കര വലിയ മൊമെന്റ്സ് ആയിട്ട് കാണുന്നു. അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ കാര്യത്തിലേക്ക് വരാം, കൽബ് എന്ന ഫിലിം അല്ലേ. സോ അല്ലെ എനിക്ക് തോന്നുന്നു ഒരു ഫിലിം സക്സസ് ആണെന്നുണ്ടെങ്കിൽ സോങ്സ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കണം തോന്നുന്നു. ശരി തോന്നുന്നു. അങ്ങനല്ല, ഒരു ഫാക്റ്റാണ്. സോ എങ്ങനെയായിരുന്നു സോങ്സിന്റെ വർക്കൗട്ട് കാര്യങ്ങൾ? അല്ല, എനിക്ക് സോങ്സ് ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമാണല്ലേ. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ഇടിയിലാണെങ്കിലും മോഹൻലാലാണെങ്കിലും ഒക്കെ സോങ്സിൽ അത്രത്തോളം നമ്മൾ അപ്പം കൽബ് ഇപ്പം ഇടിയും മോഹൻലാൽ അങ്ങനത്തെ ഒരു സിനിമയല്ല, ഒരു മ്യൂസിക്കൽ സിനിമയല്ല. അതൊക്കെ വേറെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ചെയ്ത സിനിമ. കൽബ് കുറച്ചുകൂടി എന്താ പറയുക ഇൻറ്റൻസ് ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. അതിനകത്ത് സോങ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് മോഹൻലാലിൻ്റെ ഇടിയിലെ അപേക്ഷിച്ച്. അപ്പം അത് മാത്രമല്ല കൽബിലെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്നത് സോങ്ങിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് പറയുന്നൊരു സൂഫി ഫിലോസഫി ബാക്ക് ഡ്രോപ്പിലൂടെയാണ്. അപ്പം ആ സിനിമയുടെ ഓരോ ചാപ്റ്ററായിട്ടാണ് സിനിമ. ഒരു ഹൃദയം പ്രണയത്തിലാകുന്ന 7 സ്റ്റേജിലാണ് കൽബ്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജുകളിലും അതിന് മ്യൂസിക്കലി ഭയങ്കര ഡിഫറൻസ് ആണെന്ന് ആഗ്രഹമുണ്ട്. അപ്പം 3 മ്യൂസിക് ഡയറക്ടേഴ്സ് അതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. വിമൽ നാസർ, പ്രകാശ് അലക്സ്, നിഹാൽ സാദിഖ് എന്ന് പറഞ്ഞ 3 ആൾക്കാരാണ്. അപ്പം ഇവർ 3 പേരും 3 ജോണറിൽ മ്യൂസിക് ചെയ്യാൻ ഭയങ്കര രസമുള്ള ആൾക്കാരാണ്. അപ്പം പ്രകാശ് ഭയങ്കര ടിപ്പിക്കൽ ഭയങ്കര അടിപൊളിയായിട്ട് പ്രകാശിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിരിക്കുന്നത്. പ്രകാശിൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര ജനകീയമായ സോങ്ങിൻ്റെ ആളാണ് പ്രകാശ്. അപ്പോൾ ഇതൊരു മുസ്ലിം പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ സൂഫി ഒക്കെ ഉള്ളത് തന്നെ വിമലിന് കുറച്ചുകൂടി ആ ഏരിയയിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് മ്യൂസിഷ്യനാണ്. ഇപ്പോൾ ഇന്ന അല്ലാഹി എന്നുള്ള സോങ് ആണെങ്കിലും ഖൽബെ എന്നുള്ള സോങ് എല്ലാം ഭയങ്കര ഒരു മാപ്പിള പാട്ട് സോങ്ങിനപ്പുറം അത് ഭയങ്കര ഇൻഡെപ്ത് കുറേ സംഭവങ്ങൾ അതിനകത്തുണ്ട്. റൊമാൻറ്റിക് ആയിട്ട് മാത്രമല്ല കുറേ നമ്മൾ ഒരു പ്രണയത്തിൻ്റെ തലങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. നിഹാൽ കുറച്ചുകൂടി ഈ ജനറേഷൻ്റെ ഇപ്പോൾ ഈ ജെൻസി ക്രൗഡിൻ്റെ കാറ്റർ ചെയ്ത കൈൻഡ് ഓഫ് സിനിമ പാട്ടുകൾ മ്യൂസിക് അപ്ഡേറ്റ് ഉള്ള ആളാണ്. അപ്പോൾ ഇവരെ 3 വെച്ചിട്ടാണ് എൻ്റെ മികച്ച 10, 16, 18 സോങ്സ് ഉണ്ട് കൽബിൽ. അപ്പോൾ അത്രയും സോങ്സും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം അതിൻ്റെ പ്രോസസ്സും പിന്നെ അതിൻ്റെ ലിറിക്സ് സുഹൈൽ കോയ ഇപ്പോഴത്തെ സെൻസേഷണൽ ലിറിക്സിസ്റ്റാണ് സുഹൈൽ. ഇപ്പം ജാതിക്കാത്തോട്ടം ഇല്ലെങ്കിൽ പ്രേമലു, സൂപ്പർ ശരണ്യ, അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനുള്ളതാണ്. പുള്ളിയുടെ കോറായിട്ടൂടെയാണ് സിനിമയിൽ. പുള്ളിയുടെ ഇൻവോൾവ്മെൻറ്റ് ആയപ്പോൾ ഭയങ്കര ഷേപ്പ് അപ്പ് ആവുകയും ഭയങ്കര സിനിമ ഇപ്പോൾ OTT വന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. കാര്യം അതൊരു ഭയങ്കര നമ്മൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെ ഒരു എന്താ പറയുക ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര നിഷ്കളങ്കമായ ഒരു പ്രണയ സ്റ്റോറിയാണ്. അപ്പോൾ അതിനെ നമ്മൾ മാക്സിമം നമ്മുടെ ഹാർട്ട് ആൻഡ് സോൾ ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് കിട്ടി. പക്ഷെ എന്നാലും ആ ടൈമിൽ ഫിലിമിൽ സക്സസ് ആയില്ല. എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഓപ്പോസ് നിൽക്കുന്ന ഫിലിം ആയിരിക്കുമോ, എന്താണ് സാർക്ക് തോന്നുന്നത്? അല്ല, അങ്ങനല്ല. ഇപ്പം ഈ പറയുന്ന പോലെ ആ ടൈമിൽ അത്യാവശ്യം ഫിലിം ഉണ്ടായിരുന്നില്ല. ഫിലിമുകളുടെ അല്ല, ഈ പുതുമുഖങ്ങളുടെ സിനിമയ്ക്ക് കുറച്ച് ബ്രീത്തിങ് സ്പേസുകൾ ആവശ്യമുണ്ട്. ഒരിക്കലും തിയേറ്ററുകളിൽ ഒരു സ്റ്റാർ സിനിമ വരുന്ന പോലൊന്നും ഇടിച്ചേറിയ ആളുകൾ വരില്ല. അപ്പം അതിന് കുറച്ചൊരു ബ്രീത്തിങ് സ്പേസ് വേണം. ആ സിനിമ ആളുകൾ കണ്ട് അതിലൂടെ ആളുകൾ അത് പറഞ്ഞ് പണ്ട് ഗോഡ് ഫാദർ, അനിയത്തി പ്രാവോട്ട് സിനിമകൾക്ക് ഒരാഴ്ചത്തോളം ആളുകൾ തിയേറ്ററിലായിരുന്നു പറയുന്നത്. അതിനുശേഷം അങ്ങനത്തെ ആകാശത്തൊക്കെ ഭയങ്കര കളക്ടേഴ്സ് സ്റ്റാർട്ടിങ് സമയത്തൊക്കെ. പക്ഷെ അത് പിന്നെ ആളുകൾ പറഞ്ഞ് ഭയങ്കര ഹിറ്റായി, മനസ്സിലായി. അപ്പം അങ്ങനൊരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പണ്ട് ആവറേജ് എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ഇപ്പം ഒന്നുകിൽ ഹിറ്റ് ഇല്ലെങ്കിൽ ഫ്ലോപ്പ്, അതാണ് സിനിമയുടെ അവസ്ഥ. കാര്യം ഇവിടുത്തെ ഈ ഓൺലൈൻ റിവ്യൂസ് പറഞ്ഞൊരു വിഭാഗം ഇല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുടെ റിവ്യൂ നോക്കി ആളുകൾ സിനിമ വന്ന കാലഘട്ടം വന്നതോടെ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടോട്ടാലിറ്റിയിൽ തിയേറ്ററിൽ സിനിമകൾ ഹോൾഡ് ചെയ്യപ്പെടുന്നില്ല. അതിന് അത്രത്തോളം റിലീസുണ്ട്. അത്രത്തോളം റിലീസ് എല്ലാ ആഴ്ചയിലും 4, 3, 5 സിനിമ വെച്ച് റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിയേറ്ററുകാർ ആളില്ലെങ്കിൽ അപ്പം തന്നെ സിനിമ മാറ്റുവാണ്. അപ്പോൾ അന്ന് ഇപ്പം കൽബിന് ഓൺലൈനിൽ ഇപ്പം കിട്ടുന്ന സപ്പോർട്ട് അന്ന് കിട്ടിയിരുന്നെങ്കിൽ ആ സിനിമ ഉറപ്പായിട്ടും ഒരു വൻ വിജയം അറിയാനേ. പക്ഷെ അന്ന് തിയേറ്ററിൽ അത് കിട്ടിയില്ല. പക്ഷേ അതുപോലെ തന്നെ വേറൊരു ഇപ്പം OTT എന്നുള്ള പ്ലാറ്റ്ഫോം അതുപോലത്തെ മേക്കേഴ്സ്, ഇപ്പം ഞങ്ങളെപ്പോലുള്ള പുതിയ മേക്കേഴ്സിനും പുതിയ ആർട്ടിസ്റ്റുകളുടെ സിനിമ ചെയ്യുന്നവർക്ക് ഇൻഡി കൈൻഡ് ഓഫ് യൂണിവേഴ്സിൽ ചെയ്യുന്ന സിനിമകൾക്കും എല്ലാം ഒരു ഭയങ്കര പ്ലാറ്റ്ഫോമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കിപ്പോൾ സായി ചേട്ടൻ്റെ ഭരതനാട്യം എന്നുള്ള സിനിമ ഇതുപോലെ തിയേറ്ററിൽ ഭയങ്കര പരാജയമാവുകയും സൈച്ചേട്ടൻ പ്രൊഡ്യൂസ് സിനിമയാണ്. പക്ഷെ അത് OTT വന്നപ്പോൾ ഭയങ്കരമായ അപ്രിസിയേഷൻസ് കിട്ടുകയും മലയാളികളെല്ലാം കൊണ്ടിടുകയും ചെയ്തു. കല്ലും
ഇപ്പം നമ്മൾ ഒരുപാട് ലാംഗ്വേജിൽ ഇറങ്ങിയത് തന്നെ തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ ഭയങ്കര അപ്ഡേറ്റ്സ് ആണ്. ഡെയിലി എനിക്ക് ഒരുപാട് എന്താ പറയുക നോട്ടിഫിക്കേഷൻസും മെൻഷൻസും ഒക്കെ വരുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ചെയ്തൊരു വർക്കിന് കുറേ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്, കുറേ അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ്, അവിടുത്തെ ആർട്ടിസ്റ്റുകൾ സിനിമ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ് ആണ്. നമ്മൾ ചെയ്തൊരു ആർട്ടിനെ ആളുകൾ അഡ്രസ് ചെയ്യുന്നുള്ളതാണ്. അതിനപ്പുറം അതിനെ നമ്മൾ വിളിച്ച് പറയുക എന്ന് പറയുന്നത് അത്രത്തോളം അതിൻ്റെ നമ്മൾ കാണാത്ത കൈൻഡ് ഓഫ് സ്ഥലങ്ങളെ കുറിച്ച് സംസാരിക്കുക കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ കൂട്ടത്തിൽ റിവ്യൂ പറഞ്ഞപ്പോൾ ആ സമയത്ത് ഈ ഫിലിമിൽ ക്ലൈമാക്സ് എനിക്ക് കാണാൻ പറ്റും, ഞാൻ ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന സാധനം വളച്ചൊടിച്ച് ഓൺലൈൻ ചാനലൊക്കെ വേറെ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ ടൈമിലൊക്കെ വിഷമോ അല്ലെങ്കിൽ ആ ടൈം നീ തോന്നി എങ്ങനെയാ അത് ഫീൽ ചെയ്തത്? ഇപ്പം നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഒരാള് അതുകൊണ്ട് ജീവിക്കാൻ നിൽക്കുമ്പം അയാൾ ചെയ്യുന്ന ഈ സംഭവത്തിന് ഇവർക്ക് ഇപ്പം വളരെ കുറച്ച് ആൾക്കാർ ഇത് ആരാന്ന് പബ്ലിക്കിന് അറിയത്തുള്ളൂ. ബാക്കി ആരാന്നല്ലോ ആർക്കും അറിയില്ല. ഇവർക്ക് ഇപ്പം ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞതാണ്, ഇപ്പൊ ഒരു ഹോട്ടലില് ഒരു ബിരിയാണി കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ആ ഹോട്ടൽ ഉടമേനായിട്ട് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ കിട്ടുമെങ്കിൽ ഇവിടുത്തെ ഹോട്ടലുകളിലേക്ക് അവസ്ഥ എന്തായിരിക്കും? അതാണ് യൂട്യൂബ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അവർക്ക് എപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നത് നെഗറ്റിവിറ്റി, ഡിസ്ലൈക്കിലാണ് അൽഗോരിതം തന്നെ വർക്ക് ആവുന്നത്. അപ്പം അവർ നോക്കുന്ന അവിടെ കമന്റ് സെക്ഷനിൽ നെഗറ്റിവിറ്റി ഒന്നുമല്ല, അവിടുത്തെ ബസ്സാണ്, ഓൺലൈനിൽ ആ ഒരു ട്രാഫിക്കാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൈൻഡ് ഓഫ് ഇതുപോലുള്ള ഒരുപാട് ഇപ്പോൾ സ്വയം സിനിമ ഭയങ്കരമായിട്ട് വിലയിരുത്തുന്ന ആൾക്കാരെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം അവർ അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. അത് ചിലപ്പം അവർ ചില സിനിമകളെ കുറിച്ച് പറയുന്നതൊക്കെ ചിലപ്പം എനിക്കറിയില്ല, പക്ഷെ അവന്റെ വ്യൂ പോയിന്റിലാണല്ലോ പറയുന്നത്. അതായിരിക്കത്തില്ല. ഇപ്പം നമ്മളിപ്പം ഒരു ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു റൊമാൻറ്റിക് ഇഷ്ടപ്പെടാത്തവർക്ക് എന്ത്, ചിലപ്പോൾ ആക്ഷൻ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾ ആ സിനിമകൾ നല്ലതെന്ന് പറയത്തുള്ളൂ, അല്ലെങ്കിൽ വയലൻസ് അത് മാത്രമേ പറയത്തുള്ളൂ. അത് നമ്മുടെ റിവ്യൂ ആയിട്ട് ഏറ്റെടുക്കാതെ നമ്മൾ സിനിമ കണ്ട് വിലയിരുത്തുക ഉറപ്പായിട്ടും. എന്നാലേ ഈ കൽബ് പോലത്തെ സിനിമകൾ സംഭവിച്ചാൽ മാത്രമേ ഇവിടെ പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വരത്തുള്ളൂ, പുതിയ പുതിയ അറ്റംപ്റ്റുകൾ ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ കൽബിലെ രഞ്ജിത്തിനെയോ നേഹയോ അതിനകത്ത് അഭിനയിച്ച ആരെങ്കിലും വെച്ച് ഒരു സിനിമ ആരെങ്കിലും പ്ലാൻ ചെയ്ത് അതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് വിശ്വസിക്കുന്നു. കാര്യം ഇവിടെ ഇനിയുള്ള ഫിലിം മേക്കേഴ്സിന് കഥ പറയാൻ ഒരു ആർട്ടിസ്റ്റിന് ഡേറ്റ് കിട്ടണ്ടേ, ഒരു എന്താ പറയാ, ഒരു സെറ്റപ്പ് ഉണ്ടാകണ്ടേ? അതിനൊക്കെ ഇവിടെ ഭയങ്കര പാടാണ്. നമ്മൾ എത്ര പേരെ വിളിക്കണം, എത്ര തരത്തിൽ സംസാരിക്കണം, എത്ര മാനേജേഴ്സും സംസാരിക്കണം. അതും കഴിഞ്ഞ് നമ്മൾ കഥയായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ 100,000 ഇൻപുട്സിനകത്തോട്ട് വരും. അതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള പോലെ സിനിമകൾ ചെയ്യാം. അല്ലേ? ഈ മോഹൻലാൽ എന്ന ഫിലിം മഞ്ചേച്ചിനായിട്ട് എങ്ങനെ ആ ഒരു മഞ്ചേച്ചി ഇത്രയും വലിയ ആർട്ടിസ്റ്റിലെ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അഭിനയം കാര്യങ്ങളൊക്കെ? മഞ്ചേച്ചി ഭയങ്കര അടിപൊളി ഒരു സ്ത്രീയല്ലേ, ഭയങ്കര രസമുള്ള. ബേസിക്കലി ആദ്യം പരിചയമുണ്ടായിരുന്നോ അതോ? ഇല്ല, ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് മഞ്ചേച്ചി ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കഥയൊക്കെ എല്ലാം ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് മഞ്ചേച്ചി. ഈ പറഞ്ഞ എന്താ പറയാ, എനിക്ക് രണ്ടാമത്തെ ഫിലിം, അതിൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു. അപ്പം മഞ്ചേച്ചിയെ സംബന്ധിച്ചോളം നമുക്ക് ആ സിനിമയുടെ ഓരോ ഘട്ടത്തിലും, അതായത് സിനിമ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സിനിമയാണ്. ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസും ഒരുപാട് ആ സമയത്തൊക്കെ ഒരുപാട് സൈഡിൽ, അതിൻ്റെ ഫിനാൻസ് സൈഡിലാണെങ്കിലും ഒരുപാട് സൈഡിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആരാണ് മഞ്ജു വാര്യർ. മഞ്ചേച്ചിയിലൂടെയാണ് ആ സിനിമ സംഭവിച്ചത്, ഇല്ലെങ്കിൽ ആ സിനിമ സംഭവിക്കില്ല. പിന്നെ അത് നമ്മൾ ഉദ്ദേശിച്ചില്ലേ, മോഹൻലാൽ എന്ന സിനിമ അന്ന് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന, ലാലേട്ടൻ ഫാൻസ് അല്ലെങ്കിൽ മഞ്ചേച്ചി ഇഷ്ടപ്പെടുന്ന ഒരു കുറേ ലേഡി ഫാൻസ് ഉണ്ടല്ലോ, അവരെയൊക്കെ തൃപ്തി വന്നൊരു സിനിമയാണ്. ആ ഒരു ഫോർമാറ്റിൽ ഉണ്ടാക്കിയ സിനിമയാണ്. അതിനപ്പുറത്തോട്ട് ഭയങ്കര ഒരു രണ്ട് കൈൻഡ് ഓഫ് സിനിമ ഉണ്ട്. ചില സിനിമകൾ നമ്മൾ എന്താ പറയുക, തിയേറ്ററിൽ കാണുക, ചിരിക്കുക, മറക്കുക. രണ്ടാമത്തത് അതിനകത്ത് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ കൂടെ വരിക, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇടീ മോഹൻലാലൊക്കെ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം, കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സിൽ മാത്രം ചിന്തിച്ചുണ്ടാക്കിയ സിനിമയാണ്. കൽബ് കുറച്ചുകൂടി നമ്മൾ എന്താ പറയുക, ഇൻറ്റൻസ് അത് പറയുന്ന വിഷയം അതാണല്ലോ. ഒരു പ്രണയമാണ് പറയുന്നത്, ക്ലാസ് പൊളിറ്റിക്സ് ആണ്, രണ്ട് തലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ പ്രണയമാണ് പറയുന്നത്. അപ്പം അത് കുറച്ചുകൂടി ഡീറ്റെയിലിങ്ങും കുറച്ചുകൂടി സീരിയസ്നെസ് ഒക്കെ വേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. മഞ്ചേച്ചിൻ്റെ പടത്തിൽ നമ്മുടെ ലാലേട്ടനെ ഗസ്റ്റ് റോളായിട്ട് കുറേ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇല്ല, കാരണം ലാലേട്ടനെ ടൈറ്റിൽ തരിക എന്ന് പറയുന്നത്, ഇപ്പം മോഹൻലാൽ എന്ന പേര് നമ്മളിടുമ്പം അതിന് ലാലേട്ടൻ്റെ കൺസേൺ വേണം. അപ്പം അത് തന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ട് നമ്മൾ കാണുന്നു. അപ്പം ലാൽ സാറിന് ആ സിനിമയിൽ ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആ സിനിമയെ പിന്നെ പോയിന്റ് ലാൽ സാർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിട്ടല്ലോ പറയും. കാരണം ആ സിനിമ ഒരു അഡമൻ ലാൽ സാർ ഫാൻ്റെ കഥയാണ് പറയുന്നത്. ലാൽ സാറിനെ ചങ്ക് പോലെ കൊണ്ട് നടക്കുന്ന, ചങ്കിടിപ്പ് പോലെ കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് പറയുന്നത്. അപ്പം അതിന് കുറച്ചൊരു ഓവർ ഡൂയിങ് വേണം. അതിൻ്റെ ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും അതിൻ്റെ സീക്വൻസുകളൊക്കെ ഒരു ഓവർ ഡൂയിങ് ഉണ്ട് ആ സിനിമയിൽ ടോട്ടാല്. അപ്പം അതിൻ്റെ ഫണ്ണും അതിൻ്റെ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ആസ് എ മേക്കർ ഞങ്ങളുടെ അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ലാൽ സാറ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പോകും. അപ്പോൾ അവസാനം നമ്മളൊരു ഫോൺ കോൾ വരുന്നിടത്ത്
മനുഷ്യരുടെ എക്സൈറ്റ്മെന്റിലാണ് പടം നിർത്തുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അത് ചിലപ്പോൾ എന്ത് പറഞ്ഞാണ് പൃഥ്വിരാജാണ് അതിന്റെ voice over വന്നത്. ഡയറക്ടർ വന്ന് മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആ ഒരു സീക്വൻസ് ഒക്കെ നൈസ് ആയിരിക്കും. അല്ല അങ്ങനത്തെ ഒരു സീക്വൻസ് പക്ഷേ നമ്മൾ ഡ്യൂപ്പ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. ട്രൈ ചെയ്ത് നോക്കും. ഒരു ലെജൻഡറി ആക്ടറിനെയൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്ട്ഫുൾ സീക്വൻസ് വേണം, അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു സീനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആളല്ല. അപ്പൊ അന്ന് ഏക്ക് ഉണ്ടായിരുന്നു, ഇതിപ്പോ നമ്മൾ ഏതൊക്കെ ചെയ്ത പോലെ ചെയ്യാറില്ലായിരുന്നു. ചില ഡയറക്ടേഴ്സൊക്കെ അഭിനയിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ഓരോ സ്റ്റൈലൊക്കെ ആയിരിക്കും. അപ്പോൾ സാറ് എങ്ങനെയാണ് ഇപ്പോൾ ഈ കൽബിൻ്റെ കൽബിൻ്റെ ഫിലിം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ റൊമാൻറ്റിക് ആണല്ലോ കുറച്ചും കൂടി. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു റൊമാൻറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് ആർട്ടിസ്റ്റിനെ കൺവേ ചെയ്യിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഇപ്പോൾ എല്ലാ കുട്ടികളും ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആക്ടേഴ്സ് ആണെങ്കിലും ടെക്നിക് സൈഡിലൊക്കെ അവരെല്ലാം ഭയങ്കര ക്യാമറ അങ്ങനത്തെ പേടികളൊന്നുമില്ല. അവരെല്ലാം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ അങ്ങനത്തെ ആപ്പുകളിലൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അവരുടെ അടുത്ത് നമ്മൾ ആ സീൻ എക്സ്പ്ലെയിൻ ചെയ്യുക, നമുക്ക് വേണ്ടത് മോളിൽ എടുക്കാൻ പറ്റും. അതൊക്കെ ഒരു 2 ദിവസം കഴിയുമ്പോൾ അവർ ഓൾറെഡി അത് നമുക്ക് എന്താണ് വേണ്ടത് മനസ്സിലായി കഴിയും. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇപ്പം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ്, ഇത് വളരെ സെറ്റിലായിട്ടുള്ള പെർഫോമൻസ് സിനിമയാണല്ലോ കൽബല്ല. നമ്മളിപ്പോൾ ഒരു ഓവർ ഡൂയിങ് അങ്ങനത്തെ കൈൻഡ് ഒരു സ്പൂഫ് കൈൻഡ് ഓഫ് സിനിമയൊന്നും അല്ലല്ലോ. അതൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരുമായിരിക്കാം. പക്ഷേ ഇത് ഒരു ഭയങ്കര രസമായിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പുതിയ ആൾക്കാരായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കൺട്രോളിൽ ഇപ്പം മോഹൻലാൽ ചെയ്യുമ്പോഴും ഇടി ചെയ്യുമ്പോഴൊക്കെ നമ്മളെല്ലാം ജയൻ്റെ അടുത്താണെങ്കിലും മഞ്ജുജിയുടെ അടുത്തായിട്ടും ജസ്റ്റ് സീൻ ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രം മതി, ബാക്കി അവർക്ക് അറിയാൻ എന്താ ചെയ്യണമെന്നുള്ളത്. ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഇൻവോൾവ് ആയി ആ സീനിൽ നമ്മൾ കുറച്ചുകൂടി അങ്ങനെ ഇടുന്ന ഔട്ടിന് നമുക്ക് കുറച്ചൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ആസ് എ മേക്കർ നമുക്ക് ഭയങ്കര ഒരു ഉഫ് എന്നുള്ള സാധനം കിട്ടും. അപ്പോൾ നമ്മുടെ ഈ റൊമാൻറ്റിക് ഒക്കെ എല്ലാവരും പറയണത് എന്താ പറയുക ഭയങ്കര ക്ലീഷേ, ഭയങ്കര അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ശരിക്കും പേഴ്സണലി എന്താണ് ഒരു ലവ് എന്ന് പറയുമ്പോൾ? അങ്ങനെയൊന്നുമല്ല. ലവ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വികാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അതിനകത്ത് ഇപ്പം ഈ പറയുന്ന പ്രണയം എന്നിപ്പോൾ എനിക്ക് ഈ സിനിമ റിലീസ് ഈ OTT വന്ന ശേഷം ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്താണ് സജിദ് നിങ്ങൾക്ക് തെറ്റി, പ്രണയത്തിന് 7 തലങ്ങളില്ല, പ്രണയത്തിന് 2 തലങ്ങളേ ഉള്ളൂ, അത് പ്രണയവും കാമമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്രോ അത് ബ്രോഡ് ഇൻ്റർപ്രിട്ടേഷനാണ്. ബ്രോ വളർന്നു വന്ന സാഹചര്യവും ബ്രോഡ് മാതാപിതാക്കളുടെ മോൾക്കുണ്ടാക്കിയ തോന്നൽ അതായിരിക്കാം, പക്ഷെ എൻ്റെ അതല്ല, ഞാൻ അതല്ല കണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ പല ആൾക്കും പലതായിരിക്കാം. മനസ്സിലായില്ലേ? അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇത് ക്രിഞ്ച് ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൈങ്കിളിയാന്ന് പറയുന്ന ആൾക്കാരോട് പറയണത്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോടോ നിങ്ങളുടെ വൈഫിനോടോ സംസാരിക്കുന്ന വീഡിയോ ഒരു ഫോണിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക. അത് എത്രത്തോളം നിങ്ങൾ ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്സിനോട് ബിഹേവ് ചെയ്യുന്ന പോലെയോ ഇല്ലെങ്കിൽ നമ്മളൊരു ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ, ഉദ്ദേശം ഒരിക്കലും ക്രൗഡിൽ നിൽക്കുമ്പോഴല്ല, നമ്മൾ വേറെ ആളായിട്ട് ബിഹേവ് ചെയ്യുന്നത്. അതാണല്ലോ നമ്മുടെ ഏറ്റവും സോഫ്റ്റ് ആൻഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഏരിയ. അപ്പം അത് എനിക്ക് തോന്നുന്നു ലവില് കുറച്ച് പൈങ്കിളി ആവണം അല്ലേ? ഭയങ്കര ആവണമെന്നല്ല, അത്യാവശ്യം വേണം. പിന്നെ സ്നേഹം എന്ന് പറയുന്നതിന് എന്താ സ്നേഹിക്കുക, അത്രേ ഉള്ളൂ. നേരത്തെ ഞാൻ കുറച്ച് ചോദിച്ച കാര്യമാണ്. എന്നാലും ഈ സ്റ്റാർട്ടിങ് ഈ ഡയറക്ടറിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയത്തൊക്കെ ഇപ്പോൾ അവസരം കിട്ടിയിട്ട് മാറി പോവുക, അങ്ങനെ കുറച്ച് കാണൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമോ ലൈഫിൽ? അത് ഇപ്പോഴും ഉണ്ട്. അതിനല്ല, അത് ഇപ്പോഴും അങ്ങനെയാണ്. നമുക്ക് അതൊരു ഷേപ്പ് ഒരു സംഭവം നടക്കുന്നവരെ ഇപ്പം നമ്മൾ അതിൻ്റെ കുറേ പ്രോസസ്സിലൂടെ കടന്നു പോകണം. അത് പോയിന്റിൽ അത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് സ്റ്റാർട്ടാവും. അല്ലേ? അതുവരെ നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്യണം, ഒരുപാട് ആൾക്കാർ കഥ പറയണം, അവരുടെ ഇൻസൾട്ടുകൾ കേൾക്കേണ്ടി വരും, അവരുടെ മണ്ടത്തരങ്ങൾ കേൾക്കേണ്ടി വരും. അതെല്ലാം നമ്മൾ അങ്ങനെ അവർ പറയുന്ന തോട്ട് പ്രോസസ് സിനിമയാണ് അവർ ചെയ്താൽ പോരെ. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസിച്ച് കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കും, അത്രേ ഉള്ളൂ. ഫ്യൂച്ചറിൽ ഇനി ഫിലിംസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരുപാട് സിനിമകൾ ഇങ്ങനെ ചർച്ചകളുണ്ട്. എന്തായാലും മഞ്ചിച്ചായിട്ടുള്ളൊരു കോംബോ ഒരു മഞ്ചിച്ചൊരു വെബ് സീരീസ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു വെബ് സീരീസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ളൊരു സബ്ജക്റ്റാണ്. മഞ്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഈ വർഷം തന്നെ ഉണ്ടാവും എൻ്റെ പ്ലാനിലാണ്. ഈ സോങ്സ് റൊമാൻറ്റിക് ഷൂട്ട് ചെയ്യണ സമയത്തൊക്കെ അതിൻ്റെ ഒരു എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അല്ല, ഫണ്ണി ആയിട്ടുള്ള മീൻസ് എഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു അല്ല അങ്ങനൊന്നുമല്ല. കൽബിൽ റൊമാൻറ്റിക് സോങ്സുകൾ ട്രൈ ചെയ്യുന്ന പറഞ്ഞാൽ ലിപ്പിൽ നായകൻ പണ്ട് എല്ലാ നായക കഥാപാത്രങ്ങളും ലിപ്സിങ്കിൽ പാടുമായിരുന്നു പാട്ട്. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. മനസ്സിലായി? ഇപ്പം അങ്ങനെ ഓരോ സീക്വൻസുകൾ മാത്രമേ. ഇപ്പം കൽബിൽ ഞങ്ങളത് ട്രൈ ചെയ്തിട്ടുണ്ട്. 2-3 സോങ്ങുകളിൽ നായകൻ ലിപ്പിൽ പാടുന്നുണ്ട്. ആ പാട്ട് അത് പഴയൊരു സംഭവം ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട് ഇവിടെ. എനിക്കത് കുറച്ചുകൂടി നമ്മളെ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈൻ ശരിക്കും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നതാണ്. ഇപ്പോൾ പണ്ടത്തെ ഫിലിമൊക്കെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഫിലിമായിരിക്കും. കുറേ ഒരു ലെങ്തി ഉണ്ടാവും, കുറച്ച് ആയുസുണ്ട്. ഇപ്പോൾ കൊച്ചു വലുതാവുന്നു, കല്യാണം കഴിക്കുന്നു, അങ്ങനെ വലിയേട്ടൻ പോലുള്ള സിനിമകളൊക്കെ ഇപ്പോഴൊക്കെ 1 മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നടക്കുന്ന ഒതുങ്ങിപ്പോയി.
സോ സാറ് ഇത് രണ്ടു വെച്ച് നോക്കുമ്പോൾ എന്തെങ്ങനെ ആകാം? കാരണം കഥ കഴിഞ്ഞതുകൊണ്ടാണോ? അങ്ങനെയല്ല, ഇപ്പൊ എല്ലാവരുടെയും ടൈം സ്പാൻ കുറഞ്ഞു. ഇപ്പം നമ്മൾ ഒരു ഇപ്പൊ എല്ലാവരും ഷോർട്സിന്റെ ലെങ്ത്തിലായി പോകല്ലേ, എല്ലാവരും 2x-ലും 3x-ലൊക്കെ വീഡിയോ പോലും കാണുന്നത്. അത്രത്തോളം സ്പീഡായി പോയി. നമ്മുടെ ഓരോ ജനറേഷനും ടെക്നോളജി വളരുവാണല്ലോ. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഭയങ്കര. പക്ഷെ എന്നാലും 2.5 മണിക്കൂർ സിനിമ 2.5 മണിക്കൂറാണ്. അല്ല, എന്നാലും കഥയാണ്. അത് അതിനെയും കുറയും. സിനിമ ഇപ്പം 3 മണിക്കൂർ തിയേറ്ററുകാർ പോലും കളിക്കത്തില്ലല്ലോ. അവർ പറഞ്ഞ എന്തിനാ 3 മണിക്കൂർ സിനിമ? ആൾക്കാർക്ക് ഇപ്പം നമ്മളിപ്പോൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് സിനിമയിൽ ഇവരുടെ എൻ്റർടൈൻമെൻറ്റ് അവരുടെ കയ്യിലിരിക്കുക മൊബൈൽ ഫോണായിട്ട്. അവർക്ക് എന്തുകൊണ്ടും കാണാം, മനസ്സിലായില്ലേ? അപ്പോൾ പണ്ടത്തെ പോലെ സിനിമയിൽ പോയി സീൻ ബോറടിച്ച് നമുക്ക് താഴെ കാണാം. ഫുൾ ഐസിലിങ്ങനെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് കത്തും ഗ്രൗണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ. അതാണ് നമുക്ക് അപ്പോൾ മനസ്സിലാവും ആ സീൻ വർക്കായിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ആൾക്കാർ അപ്പോൾ എടുക്കും. കാര്യം നമ്മുടെ കയ്യിൽ ഫുൾ ടൈം 24/7 എൻ്റർടൈൻമെൻറ്റ് പ്രോസസ് ആയിരിക്കുക. അതിനകത്ത് നമുക്ക് വേണ്ട നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കാണാം. മനസ്സിലായി? അപ്പം അവിടെ പണ്ടിപ്പോൾ 3 മണിക്കൂർ ഒരു സിനിമ കഴിയുമ്പോൾ നമ്മളോട് ശങ്കരാടി ചേട്ടനും പപ്പു ചേട്ടനും എല്ലാ ക്യാരക്ടേഴ്സും നമ്മുടെ കൂടെ വരുക. കാര്യം എല്ലാവർക്കും ആ സിനിമയിൽ പ്ലേസ്മെന്റ് ഉണ്ട്. പക്ഷെ ഇന്നതല്ല, ഇന്ന് നായകന്റെയും നായികയുടെയും കഥ പറയാൻ തന്നെ സമയമില്ല, മനസ്സിലായല്ലേ? ഇപ്പൊ കൽബ് പോലും അതിന്റെ ഫസ്റ്റ് ലെങ്ത് 2.4 2:45 കണ്ടായിരുന്നു. പക്ഷെ തിയേറ്ററുകാർ പുതിയ ആൾക്കാർ വെച്ച് അത്രയും ഷോ ടൈം തരത്തില്ല. ഷോ കൗണ്ട് കുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലേ ഷോ ഇല്ല. അതിനൊക്കെ ഷോ കൗണ്ട് കുറക്കുന്ന കാരണം നമ്മള് റിലീസിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാവില്ല. കാരണം എല്ലാം കഴിഞ്ഞിട്ട് അല്ല, അങ്ങനെയല്ല, എഡിറ്റ് കഴിഞ്ഞിട്ടില്ല. മുമ്പ് അങ്ങനെ ഇൻഫർമേഷൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ട്രിം ചെയ്തിട്ടാണ് പിന്നെ പടം തിയേറ്ററിൽ ഇറക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നം. ചിലപ്പം ഇപ്പോഴത്തെ ഒരു ക്രൗഡിനും ഇപ്പോഴത്തെ ഒരു ഓഡിയൻസ്, കാരണം ഇപ്പൊ 2005 to 2010 ജനിച്ച കുട്ടികളാണ് ഇപ്പം ജെൻസി ക്രൗഡാണ് ഇപ്പോൾ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പോകുന്നത്. അവരിലൂടെയാണ് സിനിമയുടെ അഭിപ്രായം പുറത്തേക്ക് എത്തുന്നത്. അപ്പം അങ്ങനൊരു സിറ്റുവേഷനിൽ അവർക്ക് ഇഷ്ട കൈൻഡ് ഓഫ് സിനിമകളോട് വർക്കാവുന്നത്. ഇതാണ് ഇപ്പം ഭയങ്കരമായിട്ടുള്ള വയലൻസ് സിനിമകളും ഇല്ലെങ്കിൽ ഭയങ്കര നമ്മൾ ഇതുവരെ കാണാത്ത കൈൻഡ് ഓഫ് വയലൻസ് സിനിമകളും കൂടെ ഭയങ്കരമായിട്ട് കൊണ്ടാടപ്പെടുന്നത്. അപ്പോൾ അത് ഫാമിലി ഓഡിയൻസിനപ്പുറം സിനിമ കാണുന്നൊരു ഓഡിയൻസ് ക്രൗഡേ വേറെയാണെന്ന് വിശ്വസിക്കുന്നു. സാറിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫിലിം പറയുകയാണെന്നുണ്ടെങ്കിൽ, കുറേ ഫിലിം ഉണ്ടാവുമായിരിക്കും, എന്നാലും ഒരു ഫിലിം പെട്ടെന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട ആ സ്റ്റോറി, അതേത് ഫിലിമായിരിക്കും? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്ന് ഉത്സവ് പിറ്റ് എന്ന ലാൽ സാറിന്റെ സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പഴയ സിനിമയാണ്. ഭരത് ഗോപി സാർ ഡയറക്ട് ചെയ്ത സിനിമയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. പിന്നെ ഇപ്പോഴത്തെ സിനിമയിൽ ഇപ്പോൾ ലിജോ ജോസ് പലിശ്ശേരിയുടെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഖാലിദ് റഹ്മാൻ്റെ സിനിമകളൊക്കെ ഭയങ്കര അടിപൊളി, എന്താണ് ഭയങ്കര ന്യൂജൻ സിനിമകൾ. ലിജോയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഓരോ സിനിമകളും. ഖാലിദിൻ്റെ ഓരോ സിനിമകളും ഭയങ്കര നരേഷൻ പാറ്റേൺസിലൊക്കെ ആയാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടിട്ടുണ്ട്. 2 സ്റ്റൈലാണ്. ഇവർ 2 സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിദംബരം ഭയങ്കര രസമുള്ള മേക്കേഴ്സാണ്. ഇപ്പോൾ പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും മ്യൂസിക് ഡയറക്ടറാണെങ്കിലും ഫിലിം ഡയറക്ടറാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു പടം കാണുന്ന സമയത്ത് ഈ ഫിലിം ഇന്ന ഡയറക്ടർ ആണ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം എന്നൊരു ഇമാജിനേഷൻ ഉണ്ടാവും. ഇപ്പോൾ റഹ്മാൻ സാറാണെന്നുണ്ടെങ്കിൽ സാറിന് സോങ്സ് കേട്ടാൽ റഹ്മാൻ സാർ ആയിരിക്കുമോ എന്നുള്ള സാധനം, ആ സ്റ്റൈൽ ഓഫ് സംഭവമുണ്ട് സ്റ്റോറിയിലാണെങ്കിലും പാട്ടിലാണെങ്കിലും. സോ സാറിൻ്റെ ലെവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനത്തെ ഒരു സ്റ്റൈലാണ് അങ്ങനെ നോക്കുന്നുണ്ടോ? വെറൈറ്റി ആയിട്ടുള്ള അങ്ങനെ സ്റ്റൈലുകളല്ല, നമ്മൾ ഈ പറയുന്ന ഒരു പടം കണ്ടു കഴിഞ്ഞാൽ സാറിൻ്റെ പടം ആയിരിക്കാം അങ്ങനെ തോന്നുന്നു, ആ ലെവൽ വരണോ അതോ? അല്ല, നമ്മളങ്ങനെ ഇപ്പം 3 സിനിമകളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും നമുക്കിനിയും കൂടുതൽ ഏത് ടേസ്റ്റ്? അല്ല, എനിക്ക് കുറച്ച് ആക്ഷൻ സിനിമകളൊക്കെ ചെയ്യണം. അല്ല, ഓരോ ജോണറുകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇപ്പം നമ്മുടെ ഫാമിലി കൈൻഡ് ഓഫ് ഡ്രാമ സിനിമകൾ ചെയ്തു, ഒരു സ്പൂഫ് കൈൻഡ് ഓഫ് സിനിമ ചെയ്തു, ലവ് സ്റ്റോറി ചെയ്തു. ഇനി ആക്ഷൻ സിനിമയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഒരു ആക്ഷൻ സിനിമയ്ക്കുള്ള ട്രൈ നടക്കുന്നു. പിന്നെ ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് സിനിമകൾ, അങ്ങനെ ഓരോ ജോണറുകൾ ട്രൈ ചെയ്യണമെന്നുണ്ട്. പല രീതിയിലുള്ള ജോണറുകൾ ട്രൈ ചെയ്യണമെന്നുണ്ടല്ലോ. അല്ല, നമുക്ക് അതിന് എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ. നാളെ കൽബ് തന്നെ ചെയ്യുന്നതിൽ എന്ത് എക്സൈറ്റ്മെന്റ് ആവുള്ളത്? അതെ. നമ്മുടെ മറ്റൊരു ഡിയറസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, ഫ്രണ്ട് നമ്മുടെ ലിജോ ഭായ്, അവരുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ. ലിജോ ഭായ് നമ്മളൊരു നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന, നമ്മുടെ ബ്രദർഹുഡ് ആയിട്ടുള്ള ആളാണ്. നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റീവ് ആണെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആണെങ്കിലും എല്ലാ പ്രൊഫഷണൽ ആണെങ്കിലും എല്ലാ സൈഡ് കാര്യങ്ങളിലും നമ്മുടെ ഗോഡ് ഫാദറിനെ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന, ഇല്ലെങ്കിൽ നമ്മുടെ കാരണം ലിജോ ഭായുടെ സിനിമകളിൽ അഭിനയിച്ചിട്ട് എനിക്ക് ഡയറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ആമേൻ ഇല്ലെങ്കിൽ ഡബിൾ ബാരൽ സിനിമകളൊക്കെ ഇല്ലെങ്കിൽ അങ്ങനെ സിനിമകൾ കാണുമ്പോഴാണ്, ഇല്ലെങ്കിൽ ആ സിനിമകൾ വർക്ക് ചെയ്തപ്പോഴാണ് ഒരു ഡയറക്ടറാണോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായത്. അതിന് മുമ്പ് സിനിമയിൽ അഭിനയമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം എനിക്ക് നമ്മുടെ വളരെ അധികം സുഹൃത്താണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ ആക്ട് ചെയ്ത ശേഷം ആക്ടിങ് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഡയറക്ടർ ആകാൻ വേണ്ടിയിട്ടുള്ളൊരു കുറുക്ക് വഴിയാണോ? ഞാൻ അഭിനയിക്കാൻ തന്നെ വന്നതാണ്. സിനിമയിൽ ഏതെങ്കിലും രീതിയിൽ അസോസിയേറ്റ് ഒന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ മനസ്സിലായി. അപ്പോൾ അത് സിനിമ പ്രാന്നുള്ള പേജിലൂടെ നമ്മൾ ആദ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാരുമായിട്ട് ബന്ധങ്ങളായി, അതിലൂടെ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി. അപ്പം ഓരോ എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അവിടെ നമ്മൾ നേരെ ഡയറക്ഷൻ തോന്നി, ഡയറക്ഷൻ ചെയ്തു.
അതിനിപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു. 3 സ്റ്റേറ്റ് അവാർഡുകൾ നമുക്ക് കിട്ടി. സിനിമാ പ്രാന്തൻ, സിനിമ CP ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായി. അങ്ങനെ ഓരോ എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടെന്നതിന് ഏറ്റവും വലിയ കാരണം. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം സിനിമ ഉണ്ടാക്കുന്നതിലോ ഇല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നതിലോ ഡയറക്റ്റ് ചെയ്യുന്നതിലോ ഒന്നുമല്ല. ഇത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സിനിമ പ്രോപ്പർ ടൈമിൽ തിയേറ്ററിൽ റൺ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മേക്കറിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അത് നമുക്ക് ഏത് രീതിയിലൊരു ടീമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു പരിപാടി ചെയ്യണമെന്നുണ്ട്. നമ്മുടെ പാട്ട് പറഞ്ഞപ്പോഴാണ് വന്നത് മ്യൂസിക് ബാൻഡ്, എന്താ അതിനെ കുറിച്ചുള്ള പറഞ്ഞ പോലെ പാട്ട് പാടും തോന്നുന്നു. പാട്ട് വളരെ ചെറുതായിട്ട് പാടും, ഭയങ്കര പാട്ടുകാരനൊന്നുമല്ല. മറ്റൊരു ഗിത്താർ വെച്ചൊരു പാട്ടുണ്ടായിരുന്നല്ലോ, വെയിൽച്ചില്ല പൂക്ക. ഞാനല്ല പാടിയിരിക്കുന്നത്, ഞാൻ പടത്തിൽ ചുമ്മാ പാടിയിട്ടില്ല. അങ്ങനെ മ്യൂസിക് ബാൻഡ് മ്യൂസിക് ഒരു ഞങ്ങൾക്ക് വേതാളെന്ന് പറഞ്ഞാൽ ഞാൻ ടോണി ജോസഫ്, മോഹൻലാലിൻ്റെ മ്യൂസിക് ഡയറക്ടറും പ്രകാശ്, അതൊക്കെ നമ്മുടെ മ്യൂസിക് ഫ്രണ്ട്സാണ്. ഇപ്പോൾ സുഹൈൽ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഞങ്ങളുടെ ഫ്രീ ടൈമിലൊക്കെ ഉണ്ടാകുന്ന പാട്ടുകൾ നമുക്ക് തന്നെ ഇപ്പോൾ സിനിമ പ്രാന്തൻ ക്യാമറാസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഷൂട്ട് ചെയ്യും, നമ്മളത് റിലീസ് ചെയ്യും. അങ്ങനെ അതേ ഉള്ളൂ. പിന്നെ CP റെക്കോർഡ്സ് എന്ന് പറഞ്ഞ സിനിമ പ്രാന്തൻ റെക്കോർഡ്സ് ഉണ്ട്. അതായത് 6-7 പാട്ടുകൾ റിലീസ് ചെയ്യുന്നുണ്ട്, ഒരു 5-6 പാട്ടുകൾ റിലീസ് ചെയ്യാറുണ്ട്. ഇപ്പം എല്ലാവരും പറയണത് സിനിമ ലോകം പൊട്ടയാണ്, അല്ലെങ്കിൽ സിനിമക്കാരൻ ശരിയില്ല, അങ്ങനെയൊക്കെ. ശരിക്ക് എങ്ങനെയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം, നമ്മൾ കറക്റ്റ് നിന്ന് കഴിഞ്ഞാൽ ഓക്കെ ആണെന്നാണോ? എങ്ങനെയാണ് ശരിക്കും സിനിമ ലോകം എങ്ങനെയാണ്? സിനിമാ ലോകം മാത്രമല്ല, എല്ലാ ലോകത്തും എല്ലാ സ്ഥലങ്ങളിലും ഒരു നല്ല കുറേ ആളുകൾ കാണാം, അതുപോലെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. മനസ്സിലായി, സിനിമയിലുണ്ടാവും. മനസ്സിലായില്ലേ? അത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ സ്റ്റഡി ബുദ്ധി പോയാലും അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ടൈംസല്ല, ഞാൻ പറഞ്ഞത് എല്ലായിടത്തും അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ ചതിക്കാൻ ശ്രമിക്കുന്ന, ഇല്ലെങ്കിൽ ഇത് യൂട്ടിലൈസ് ചെയ്യുന്ന, ഇല്ലെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്തുന്ന അതിൻ്റെ ഫലമുണ്ടാവും. അപ്പം അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഫ്രൈഡേ ഫിലിംസുമായിട്ടുള്ളൊരു വിശേഷങ്ങൾ. ഫ്രൈഡേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലൈഫിൽ ഒരു ഭയങ്കര ടേണിംഗ് പോയിന്റാണ് സാന്ദ്രയെ പരിചയപ്പെടുന്നത്. സാന്ദ്ര, എനിക്ക് റെഡ് എന്ന് പറഞ്ഞൊരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ടായിരുന്നു. അവിടെ സാന്ദ്രയുടെ കമ്പനിയുടെ ലോഗോ ഡിസൈനിന് വേണ്ടിയാണ് എൻ്റെ അടുത്ത് സാന്ദ്ര വരുന്നത്. ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതിനുശേഷം സാന്ദ്ര ഞാനോട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുകയും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുകയും, ഇവൻറ്റ്സ് ഇല്ലെങ്കിൽ കുറേ ചാനൽസിലെ അങ്ങനത്തെ ഒരുപാട് ബിസിനസ്സുകൾ ഒരുമിച്ച് ചെയ്യുകയും, ചെറിയ വെബ്സൈറ്റുകൾ മുതൽ സാന്ദ്രയുടെ കുറേ ഫ്രണ്ട്സുകൾ എന്നെ പരിചയപ്പെടുത്തുകയും, അതിലൂടെ സാന്ദ്ര പരിചയപ്പെടുത്തിയതാണ് വിജയ് ഭായ്. അങ്ങനെ വിജയ് ഭായും സാന്ദ്രയും പിന്നെ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്നുള്ള സിനിമ തുടങ്ങാൻ പോയപ്പോൾ ഞാനാണ് ഫ്രൈഡേ എന്നൊരു സിനിമ എക്സിക്യൂട്ട് ചെയ്തത്. അന്ന് ഫഹദിൻ്റെ ഇല്ലെങ്കിൽ നജീം കൈം ലിജിനൊക്കെ വെച്ച് അങ്ങനെ സിനിമ. അന്ന് സാന്ദ്രയ്ക്ക് എങ്ങനെ ഒരു സിനിമ ചെയ്യാം, അല്ലെങ്കിൽ സിനിമയ്ക്ക് അന്ന് സാന്ദ്രയ്ക്ക് സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. ഞാനാണ് സാന്ദ്ര നമുക്ക് സിനിമ ചെയ്യണം, സിനിമ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, ഇതാണ് ഇല്ലെങ്കിൽ ഒരുപാട് സിനിമകളെ കുറിച്ച് ഞങ്ങൾ ഈ യാത്രകൾ പോകുമ്പോഴൊക്കെ, ഇപ്പോൾ ഞങ്ങൾ ഈ കണ്ണൂരൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോഴൊക്കെ സിനിമകളെ കുറിച്ച് സംസാരിച്ച് അവസാനം സാന്ദ്ര വിജയ് ഭായിയായിട്ട് പരിചയപ്പെടുക. വിജയ് ഭായ് അങ്ങനെ ഒരു സിനിമ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത സിനിമയാണ് അത്. ഞങ്ങൾ പ്ലാൻ ചെയ്ത ഹറാമീസ് എന്നുള്ള സിനിമയായിരുന്നു, ഫഹദിനെയും വിനീതിനെയും വെച്ചിട്ട്. അത് നടന്നില്ല. അന്ന് അതിന് വിനീത് ലാസ്റ്റ് ടൈമിൽ എന്തോ ഡേറ്റ് ഇഷ്യൂ ആയിട്ട് മാറി. അപ്പോൾ ആ ഗ്യാപ്പിൽ വളരെ ചെറിയ ഷോർട്ട് ടൈമിൽ നജീക വീണ്ടും അടുത്ത സ്ക്രിപ്റ്റ് എഴുതിയാണ്. നജീം കോയ എന്ന് പറയുന്നത് ഇപ്പം 1000 Babies എന്ന് പറയുന്ന ഭയങ്കര ഹിറ്റായിട്ടുള്ള വെബ് സീരീസിൻ്റെ ഡയറക്ടർ, പുള്ളിയാണ് ഫ്രൈഡേ എഴുതുന്നത്. ഫഹദ്, ഒരുപാട് ആർട്ടിസ്റ്റ്, മനു, അങ്ങനെ ഞാനത് അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ അന്ന് റിലീസാവുകയും അത് ഭയങ്കര ഒരു വേറൊരു കൈൻഡ് ഓഫ് ഒരു കൾച്ചർ സിനിമയ്ക്ക് കൊണ്ടുവരികയും ചെയ്തു. ഒരുപാട് അങ്ങനത്തെ നരേഷനൊക്കെ നിജിന ഡയറക്ടർ, ഭയങ്കര രസമുള്ള ഡയറക്ഷനായിരുന്നു. അതിനുശേഷം മങ്കി പെൻ, ഏതാണ് സെക്രട്ടറിയുടെ ഗർഭിണികൾ, പെരിച്ചായി, അങ്ങനെ ഒരുപാട് സിനിമകളിൽ സാന്ദ്രയായിട്ട് എനിക്ക് പല രീതിയിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം സാന്ദ്ര വഴിയാണ് ഞാൻ ഇൻഡസ്ട്രിയിലെ കുറേ ആളുകളെ വളരെ ഈസിലി പരിചയപ്പെട്ടത്. ഇപ്പോൾ സിനിമാ പ്രാന്തൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഐഡിയ ഇത്രയും വലിയ സക്സസ് ആണല്ലോ ഒന്നാമത്തെ കാരണം സാന്ദ്ര തോമസ് ആണ്. സാന്ദ്ര വഴിയാണ് അത് പെട്ടെന്ന്. ഇപ്പം നമുക്കന്ന് ഒരു സിനിമ ആളെടുത്ത് പോയിട്ട് ചിലപ്പോൾ നമുക്ക് വർക്ക് തരണമെന്നില്ല. ഐ മീൻ ആ സമയത്ത് ഡിജിറ്റലിൽ നിന്നും ആരും ഇത്രയും വിശ്വസിച്ചിട്ടില്ല. എല്ലാവർക്കും പോസ്റ്ററും ഹോർഡിങ്ങുമാണ് സിനിമ എന്ന് വിശ്വസിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഐഡിയ 2010-2009 സമയത്ത് കാര്യങ്ങളായി പറയുന്നത് ഞാൻ. അപ്പോൾ ആ സമയത്തൊന്നും ആർക്കും ഇത് മനസ്സിലാവും. അപ്പോൾ ആഷിഖ് അബു അന്ന് ഭയങ്കരമായിട്ട് ഓൺലൈനിൽ സോൾട്ട് ആൻഡ് പെപ്പർ പോലത്തെ സിനിമകളൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കണ്ടപ്പോൾ നമ്മുടെയും ഐഡിയാസ് ആളുകൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് സിനിമകളിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും സിനിമകളിൽ ഡയറക്റ്റ് ഇപ്പം പ്രൊഡ്യൂസറുമായിട്ട് അല്ലെങ്കിൽ മെയിൻ ആർട്ടിസ്റ്റുമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റിയതെല്ലാം സാന്ദ്രയും വിജയ് ഭായും കാരണമാണ്. അതുവഴിയാണ് നമുക്കൊരു ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് കിട്ടിയത്. ഓക്കെ. ഇപ്പോൾ പണ്ടത്തെ സിനിമയും ഇപ്പോൾ സിനിമയും തമ്മിൽ എന്തെങ്കിലും സെൽഫായിട്ട് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? അല്ല, സിനിമകളിങ്ങനെ എപ്പോഴും സിനിമ ഇപ്പോൾ ആദ്യം സിനിമകൾ മൊത്തം സ്റ്റുഡിയോയിലായിരുന്നല്ലോ. അവിടുന്ന് ഫാസ്റ്റ് സാറാണ് സിനിമയെ നേരെ
പാട്ടുകളിലൂടെ മഞ്ഞിൽ വിരിഞ്ഞിൽ പൂക്കൾ പോലൊരു സിനിമ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഫാസിൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന ആരാണ്, അസോസിയേറ്റ്സ് ഒക്കെ ആയിരുന്ന ലാൽ സാറൊക്കെ സിനിമ വേറൊരു കൈൻഡ് ഓഫ് ഭയങ്കര ചിരിയിലൂടെ മനുഷ്യൻ്റെ ലൈഫ് പറഞ്ഞ സിനിമകൾ വന്നു. അദ്ദേഹത്തിൻ്റെ അപ്പോൾ അവർക്കെല്ലാം മിമിക്രി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ ഷാഫിക്ക, റാഫിക്ക, അവരിൽ നിന്നൊക്കെ ഭയങ്കര രസമുള്ള കോമഡി സിനിമകളുടെ ഒരു ബഹളമായ സിനിമ മാറി. അങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് പോകുന്ന സമയത്താണ് എന്താ പറയുക, ട്രാഫിക് പോലത്തെ, ആഷിഖ് അബു ഇല്ലെങ്കിൽ അഡ്വർടൈസിങ് പോലെ സിനിമകൾ എടുത്തു തുടങ്ങി തോന്നുന്നു. ആ ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്രെയിംസിലൂടെ നമ്മൾ എൻ്റെ അമ്മ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് സോൾട്ട് ആൻഡ് പെപ്പറൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം പുള്ളിയുടെ അസിസ്റ്റൻ്റായ ദിലീഷ് പോത്തൻ വന്നിട്ട് ഭയങ്കര റിയലിസ്റ്റിക് സിനിമകളിലേക്ക് കൊണ്ടുവന്നു. പിന്നെ കൊണ്ട് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിനിമകളായിരുന്നു ഭയങ്കര. ഇപ്പോൾ അത് മാറി വീണ്ടും മാസ്, പണ്ട് ഷാജി സാറിൻ്റെ പോലത്തെ മാസ് കൈൻഡ് ഓഫ് സിനിമകളിലോട്ട് സിനിമ റിപ്പീറ്റ് വരുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു ഫോർമേഷൻ എപ്പോഴും ഉണ്ട്. ആ സമയത്തൊക്കെ അരവിന്ദ് സാറിനെ പോലെ ഇല്ലെങ്കിൽ പത്മരാജൻ സാറിനെ പോലെയൊക്കെ ലിജോസ് പല്ലിശ്ശേരി പോലുള്ള ആളുകൾ അവരുടെ കൈൻഡ് ഓഫ് സിനിമകൾ ഒരു അതിൻ്റെ അണ്ടർലൈനിൽ പോകുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ എപ്പോഴും സിനിമയിനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പം ഹിന്ദിയിൽ ഷാറൂഖ് ഖാൻ ഇങ്ങനെ നിന്ന് തന്നെ 1000 കോടിയാണ്, സൽമാൻ ഖാൻ നടന്നു വന്ന 1000 കോടിയാണ്, രജനീകാന്ത് ഇങ്ങനെ കാണിച്ച 1000 കോടിയാണ്. അങ്ങനെ ഒരു ഫോർമാറ്റ് വർക്കാണ്. മലയാളത്തിൽ അങ്ങനെയല്ല. ഇപ്പം ലാസ്റ്റ് നടന്ന സിനിമ 1000 കോടി അടിച്ചെന്ന് പറഞ്ഞാൽ അടുത്ത പടം ചിലപ്പോൾ ഒട്ടുമായിരിക്കും, മനസ്സിലായില്ല. അങ്ങനത്തെ ഒരു ഫോർമാറ്റ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ മേക്കേഴ്സും ഇവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എപ്പോഴും പുതിയ ട്രെൻഡിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇവിടുന്ന് ഡിഫറെൻറ്റ് ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളും ഇത്രയും മഞ്ഞുമൽ ബോയ്സ് പോലുള്ള ഇല്ലെങ്കിൽ ജാനിമൻ പോലുള്ള അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഇവിടെ, ബ്രഹ്മയുഗം പോലുള്ള ഒരുപാട് സിനിമകൾ സംഭവിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ സാർ ഇപ്പോൾ ആക്ടിങ്ങിലൂടെയാണ് ഇപ്പോൾ ഡയറക്ടറിലേക്ക് വന്നത്. ആക്ടിങ് ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, എന്നാലും ഡയറക്ടർ എന്നൊരു ഇതിലേക്ക് വരുമ്പോൾ ഭയങ്കര റെസ്പോൺസിബിലിറ്റി കുറച്ച് കൂടുതലാണ്. ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ്? അതല്ലേ ഇപ്പം നമുക്ക് ഇപ്പോൾ കൂടെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ഹെൽപ്പിൻ്റെ ഒന്നുമില്ല. ഇപ്പം ഞാൻ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, ഇല്ലെങ്കിൽ ഒരു ടീമിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, നമുക്ക് പറ്റുന്ന ക്യാമറാമാൻ, നമുക്കൊരു ഈഗോ പോലും വർക്ക് ചെയ്യാൻ നമ്മൾ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകൾ, ഇല്ല അവരെ ഒരു ആസ് ആൻ ആക്ടറിനെക്കാട്ടി കൂടുതൽ നമ്മൾ ആക്ട് ചെയ്യേണ്ട ലൊക്കേഷനിലാണ്. കാരണം 100-150 ആൾക്കാരാണ് നമ്മൾ ഒരു ദിവസം കാണുന്നത്. ഈ 150 ആൾക്കാരുടെ പല പല മൂഡ് സ്വിങ്ങുള്ള ആൾക്കാരായിരിക്കും. ഇവരെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളവിടുത്തെ മോങ്കർപ്പിച്ച് സംസാരിച്ച് ചിലപ്പം 1 മണിക്കൂറിൻ്റെ അവർക്ക് 3 മണിക്കൂർ എടുക്കും, മനസ്സിലായല്ലേ. സോ നമ്മളവിടെ എന്താ പറയുക, ഒരു ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുക, എല്ലാവർക്കും എനർജി കൊടുത്ത് നിൽക്കുക, പവറായിട്ട് നിൽക്കുക. അപ്പം നമ്മൾ ഫോക്കസ്ഡ് ആകുക. നമ്മളിപ്പോൾ തീരുമാനിച്ച കാര്യം ഇതാണ്, കൺഫ്യൂഷൻ ഇല്ലാതെ ഇതാണ് ഞാൻ തീരുമാനിച്ച് ഇതിനായി നിൽക്കുന്നതിൽ നിന്ന് പിന്നെ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കൺഫ്യൂഷൻ, ആ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. ക്യാമറാൻ ഉണ്ടാവും, എൻ്റെ അസോസിയേറ്റ് ഉണ്ടാവും, അഭിനയിക്കാൻ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാവും, എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവും. നമ്മളെ കോൺഫിഡൻസോടെ നമ്മൾ വിചാരിക്കുന്ന കാര്യം പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്ത് നടക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കിപ്പോൾ ഒരാളോടൊരു കഥ പറഞ്ഞ് എനിക്കിപ്പോൾ നിങ്ങളോട് എൻ്റെ ലൈഫിൽ ഇൻസിഡൻറ്റ് പറഞ്ഞ് നിങ്ങൾ ചിരിപ്പിക്കാനോ കരയിപ്പിക്കാനോ ഒക്കെ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനുള്ള ആൾക്കാരെ നമ്മൾ ഫൈൻഡ് ചെയ്താൽ മതി, അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലേ. ഓക്കെ, ഇപ്പോൾ ഒരു സീനിയർ ആർട്ടിസ്റ്റിനോട് നമ്മൾ ഒരു കഥ പറയുമ്പോൾ അഭിനയിച്ച് കൊടുക്കുമോ? ഇല്ല, ആ സീൻ അല്ല ഇപ്പം ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറയും. അല്ല, അതിപ്പം സീനിയർ ആർട്ടിസ്റ്റിനോട് പറയേണ്ട ആവശ്യമില്ല. അവരതൊക്കെ വളരെ അവർക്ക് വായിക്കുമ്പോൾ തന്നെ അവർക്ക് എന്താണെന്ന് മനസ്സിലാവും. എന്നാലും ഓരോ ഡയറക്ടറിനും ഓരോ സ്റ്റൈൽ ഓഫ് അഭിനയം വേണം നിർബന്ധം ഉണ്ടാവും. പുതിയ ആൾക്കാരോടൊക്കെ ഇങ്ങനെ കുറച്ചുകൂടി മീറ്റർ കൂട്ടാം, അല്ലെങ്കിൽ ഇപ്പോൾ സീനിയർ ഇത്രയും മീറ്റർ ഇച്ചിരി ഡൗൺ ആയി അങ്ങനെ പറഞ്ഞാൽ അവരപ്പം തന്നെ സ്വിച്ചിട്ട് പോലെ തന്നെ താഴ്ത്തോട്ട് വരും. ജിത്തു ജോസഫ് സാറൊക്കെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ അല്ല, അങ്ങനെ ഉണ്ടാവും. പക്ഷെ എങ്ങനെയാ അപ്പോൾ? അല്ലേ, എനിക്ക് അഭിനയിച്ച് അങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നും തോന്നിയില്ല. സ്റ്റോറി പറയും, സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യം അത്രേ ഉള്ളൂ. അല്ല, സ്കോർ ചെയ്യുന്നല്ല, നമ്മൾ ഇതാണ് ഈ സിനിമയുടെ മൂഡ് കുറച്ച് എടുക്കുന്ന സമയത്തുള്ള ചിലപ്പോൾ അതിന് മുമ്പത്തെ സീക്വൻസിൽ ഇതേ ഇങ്ങനെ, കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരിക്കലും ഓർഡറിലായിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഇതിന് മുമ്പത്തെ സീക്വൻസിൽ ഇയാളുടെ മനോഭാവം ഇങ്ങനെയായിരുന്നു, ഇപ്പം ഇങ്ങനെ സിറ്റുവേഷനിൽ ആ ക്യാരക്ടർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത ഇതാണ് ഇപ്പോഴത്തെ ക്യാരക്ടറിൻ്റെ മൂഡ്. അപ്പോൾ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടത് ഇങ്ങനൊരു സാധനമാണ് കൺവേ ചെയ്യേണ്ടത്, അങ്ങനെ അടുത്ത സീനിൽ അത് വർക്ക് ആകത്തുള്ളൂ. അതായത് പറയുമ്പോൾ അത് ആസ് ആൻ ആർട്ടിസ്റ്റ് പെട്ടെന്ന് കിട്ടും. പുതിയ ആൾക്കാരെ പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്കൊന്ന് ഇമോഷൻ കൂട്ടാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി ഒക്കെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് റിസോർട്ട് ചെയ്യാൻ പറ്റും, ചെയ്തോ എന്നൊക്കെ പറയും. മറ്റേതൊക്കെ ചുമ്മാ ചെയ്തു തരും. സോങ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ നല്ല വോയിസ് ആണല്ലോ, അപ്പോൾ ഒരു പാട്ട് പാടി കൊള്ളായിരുന്നു. പാടാം. ഓക്കെ, കുറച്ച് ഒരു ആക്ട്രസിൻ്റെ പേര് പറയാവേ, അവരിൽ നിന്നും ഇഷ്ടപ്പെട്ട എങ്ങനെയാണ് അവരുടെ ആക്ടിങ് എന്ന് പറയണം. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആക്ട്രസ്. ഓക്കെ, നമ്മുടെ പാർവതി ഇല്ലേ, അവർ ആക്ട് ചെയ്യുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? അല്ല, പാർവതി നാച്ചുറൽ അഭിനയം, പഴയ പാർവതി ചേച്ചിയല്ല, അത് മനസ്സിലായി. ബാംഗ്ലൂർ ഡേയ്സിലൊക്കെ പാർവതി ഭയങ്കര അടിപൊളി ആക്ട്രസ് ആണ്.
പാർവതിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അഭിനയിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു നാച്ചുറൽ ആള്? പിന്നെ അതിൻ്റെ ഫസ്റ്റ് സിനിമ പോലെ നമ്മൾ പാർവതിയുടെ ഒരു ഹാർഡ് കോർ ഫാനാണ്. എല്ലാ സിനിമകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാർവതി മരിയാൻ, ഇല്ലെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സ്, ഇല്ലെങ്കിൽ എന്ന് സ്വന്തം മൊയ്തീൻ, ഇതൊക്കെ ആർട്ടിസ്റ്റിന് നമ്മൾ നിൽക്കില്ല, കട്ടയ്ക്ക് നിൽക്കും. അതായത് എനിക്കിതിരെ ആസ് എൻ ഡയറക്ടർ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ എന്നാൽ പോലും ഞാൻ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ ഊർവശി ചേച്ചി, ഞാനിപ്പം ഒരു സിനിമ ഋഷി കഥ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഋഷി ചേട്ടി പടം ചെയ്യാൻ ഏറ്റവും വലിയ ആഗ്രഹമാണ്. എനിക്ക് ഏറ്റവും കോൺസെപ്റ്റ് എന്തായിരിക്കും? അതൊരു മാസ് പടമാണ്, ഇടിപ്പടമാണ്. എനിക്ക് ഇടി വിട്ട് കളിയില്ല. അങ്ങനെയല്ല, നമ്മൾ എന്താ പറയുക, എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കൈൻഡ് ഓഫ് ജോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സീൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആകത്തുള്ളൂ. ഡയറക്ടർ നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കാമല്ലോ. അപ്പം എനിക്ക് ഋഷി കഥ പറഞ്ഞ് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരുപാട് വർക്കുകൾ അതിൻ്റെ കുറേ നടക്കുന്നുണ്ട്. സുഹൈലാണ് അതിൻ്റെ കഥ എഴുതുന്നത്. അപ്പം എനിക്ക് ഋഷി ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഒരു ആ സിനിമ സംഭവിച്ചാൽ എൻ്റെ ഏറ്റവും വലിയൊരു ലൈഫിലെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. അടുത്തൊരു കോംപ്ലിക്കേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ സെയിം സമയം തന്നെ ലാലേട്ടനും മമ്മൂട്ടിയും ആക്ടിങ് വൈസ് രണ്ടും വേറെ ലെവലാണ്, വേറെ സ്റ്റൈലും ആണ്. ആസ് എ ഡയറക്ടർ സാർ നോക്കുന്ന സമയത്ത് ലാലേട്ടനുള്ളത് മമ്മൂട്ടിക്ക് ഇല്ല, മമ്മൂട്ടിക്കുള്ളത് ലാലേട്ടൻ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനെയല്ലേ? അല്ല, ഞാനിപ്പം ഞങ്ങൾക്ക് ലാലേട്ടൻ അഭിനയിക്കുന്ന ക്യാരക്ടർ മമ്മൂട്ടിക്ക് അങ്ങനെയല്ല, ഒരിക്കലും ഇല്ല. ഇവർ രണ്ടുപേരും രണ്ട് സ്റ്റൈലിൽ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു ആക്ടിങ് സ്റ്റൈലിനെ മൂന്നായിട്ട് വെക്കാം. ഒന്ന് പ്രേം നസീർ സാറ്, സത്യൻ സാറ്, ഭരത് ഗോപി സാറ്. ഇത് മൂന്ന് സ്റ്റൈലാണെങ്കിൽ സത്യൻ സാറിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് മമ്മൂക്ക, പൃഥ്വിരാജ്, ഈ കൈൻഡ് ഓഫ് ആളുകളെല്ലാം. നസീർ സാറിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ലാൽ സാറ്, ആസിഫ് അലി, ഇവരൊക്കെ ഒരു ഭയങ്കര രസം. അവർ വേറെ കൈൻഡ് ഓഫ് ഇവർ ഭയങ്കര ഇങ്ങനെ നിൽക്കുകയല്ലോ, അവർ ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. അപ്പം മമ്മൂക്ക ഢാ എന്ന് വിളിക്കുന്ന പോലെ തന്നെ അപ്പുറത്ത് ലാൽ സാർ, ഇപ്പോൾ മോനെ ദിനേശ, രണ്ടും പറയുന്ന കൺവേ ചെയ്യുന്ന മാസം ഒന്ന് തന്നെയാണല്ലോ, പക്ഷെ സ്റ്റൈൽ ഒന്നാണ്. ഇപ്പോൾ ഭരത് ഗോപിയുടെ താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫാസ്റ്റിൽ ഇവരൊന്നും ആരെയും വേറെ കൈൻഡ് ഓഫ്, ഇപ്പം ഷെയ്ൻ നിഗം, ഷെയ്ൻ ടോം ചാക്കോ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ആക്ടിങ് ആ സ്റ്റൈലാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു ഫോർമാറ്റിലാണ് ആക്ടിങ്, ഈ മൂന്ന് സ്റ്റൈലിലാണ് പോകുന്നത് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ക്യാരക്ടർ ചെയ്യണം എന്നല്ലേ? അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ സ്റ്റൈലാണ് ഉദ്ദേശിച്ചത്, മനസ്സിലല്ലേ? ഇവര് ചെയ്യാത്ത എന്ത് ക്യാരക്ടർ ഉള്ളത് പിന്നെ നമുക്ക് ഫണ്ട് ചെയ്തിട്ടില്ല. സ്റ്റൈൽ ഓഫ് വേ അല്ലേ? ആ ഒരു സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. ഭയങ്കര അതിനകത്ത് ഇവരെല്ലാവരും, പക്ഷെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് ഈ സ്റ്റൈലായിരിക്കും. ഇവർക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നത് ഈ സ്റ്റൈലായിരിക്കും. ഇപ്പുറത്തെ ആൾക്കാർക്ക് ഇതായിരിക്കും സ്യൂട്ട് ആവുന്നത്. ഫാൻസിന്റെ അല്ലേ, ഇവരെല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ആർക്കാ ഇവരാരും ഇഷ്ടമല്ലാത്ത? അതൊക്കെ ചുമ്മാ തമാശക്ക് പറയുന്നതല്ലേ. എന്നാലും ഇവർ രണ്ടുപേരും സിനിമകൾ ഇഷ്ടപ്പെടാത്ത ആരാ ഇവിടെ ഉള്ളത് അല്ലേ? ഉറപ്പായിട്ടും ഇപ്പം എല്ലാവരും, നമ്മളിപ്പം ഒരാളെ ഒറ്റയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എനിക്ക് രണ്ടുപേരും ഇഷ്ടമെന്നേ പറയത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും ഒരാളുടെ പേര് പറയില്ല. പിന്നെ ഈ ഓൺലൈൻ റിബേറ്റിനും പിന്നെ അന്നേരം ഒരു ഫൈറ്റ് ഉണ്ടെങ്കിൽ രസമുള്ളൂ, ഇതൊരു ഭംഗിയുള്ളല്ലോ. അപ്പം അതിനുവേണ്ടി ചുമ്മാ പറയുന്നേ ഉള്ളൂ, അല്ലാതെ എല്ലാവർക്കും രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രതിഫലത്തിനെ കുറിച്ച് പണ്ടൊക്കെ കുറവായിരുന്നു, ഇപ്പം പക്ഷെ ഭയങ്കര കൂടുതലാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാണോ? അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഈ കോവിഡിന് ശേഷം ഈ OTT പ്ലാറ്റ്ഫോമുകൾ വന്നപ്പം അവർ ഭയങ്കരമായിട്ട് സിനിമകൾക്ക് ബിസിനസ് എന്നൊരു വാല്യൂ കൂട്ടി ഭയങ്കരമായിട്ട് പൈസ കൊടുക്കാൻ തുടങ്ങി. ആ സമയത്ത് ഉറപ്പായിട്ടും അപ്പോൾ സിനിമയുടെ എല്ലാ സൈഡിലും, ഇപ്പം സിനിമയുടെ ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് റെവല്യൂഷൻ വൈസ് ആണെങ്കിലും എല്ലാം, ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും കാശുകൾ കൂട്ടി. കാര്യം അവർക്കറിയാം പ്രൊഡ്യൂസേഴ്സിന് ഇത്രയും രൂപ കിട്ടും. പക്ഷേ സഡൻലി കഴിഞ്ഞൊരു 1 year ആയിട്ട് ഇപ്പം ഈ സൈഡിൽ OTTകളൊക്കെ ഭയങ്കരമായിട്ട് പിടിക്കാൻ തുടങ്ങി. സിനിമ ഇറങ്ങി സിനിമ വർക്കായാൽ മാത്രമേ അവർ OTT റൈറ്റ്സ് എടുക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ സിനിമ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ട് ഫാൻറ്റസിനോ സിനിമ എടുക്കത്തുള്ള സ്റ്റൈലിലേക്ക് അവർ മാറി. കാരണം അവർക്ക് ലോസ് കുറേ സംഭവിച്ചെന്ന് തോന്നുന്നു. അപ്പം പ്രൊഡ്യൂസേഴ്സ് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഭയങ്കര ഒരു ബിസിനസ് നടക്കാതെയായി. എന്നാൽ ഇവിടെ നമ്മൾ ഇവർ കാരണം കൂടിയ ആ പ്രതിഫലത്വങ്ങൾ വളരെ ഹൈ ആയിട്ട് നിന്നു. അതിൻ്റെ ബാലൻസ് ചെയ്യാനായിരിക്കും ഇപ്പോൾ ഈ മീറ്റിങ്ങും ചർച്ച ചെയ്യുന്നത്. എന്തായാലും അതൊക്കെ ഒരു നല്ല രീതിയിൽ തീരുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ സാറാണെന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും എന്തായിരിക്കും സ്റ്റാർട്ടിങ് സമയത്തൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, കാമൻ കൂളായി. സോ താങ്ക് യു സോ മച്ച് സമയം സ്പെൻഡ് ചെയ്തതിൽ. അപ്പോൾ എല്ലാവിധ ആശംസകളും.